അല്ല അനക്കൊന്നും സ്കൂളില്ലേ? ഇവിടെ പണ്ട് കാലങ്ങളിലേ അമ്മമ്മ പറഞ്ഞു ഇവിടെ ആരോ നെതി കുഴിച്ചിട്ടാണെന്ന്. അപ്പൊ ഞാനതിപ്പോ എവിടാണെന്ന് നോക്കാണ്. ഇവിടെ ഒരുപാട് നദികൾ കുഴിച്ചിട്ടാണ് പണ്ടേ. അപ്പൊ അതൊന്ന് നോക്കാണ്. നിധി കിട്ടിക്കഴിഞ്ഞാൽ സൈക്കിൾ വാങ്ങിട്ട് തരുമോ? സൈക്കിളൊക്കെ നമുക്ക് വാങ്ങടാ. പക്ഷെ അതിന് മുന്നേ ഈ നദി എവിടാണെന്നുള്ളൊരു സ്ഥാനം കാണും. അതിന് പറ്റിയൊരു തങ്ങളുണ്ട്, അയാളെ അടുത്തൊന്ന് പോകണം. ആ തങ്ങളവിടെ ഉണ്ടാകുക ആവാം. പോയി നോക്കാം. ഞാൻ സലാം തങ്ങളൊന്ന് കാണാൻ വന്നിരുന്നു വടക്കേന്ന്. മൂപ്പരുണ്ടോ അവിടെ? തങ്ങളെ ജൂനിയറോടും സൈത്താനോടും സംസാരിച്ചു കൊണ്ടിരിക്കാണ്. നിങ്ങളൊന്ന് കയറിയിരിക്കി. ആ തങ്ങളെ നിങ്ങൾ വിചാരിച്ച മന്ദിരല്ല, അത് കയറിയിരിക്കട്ടോ. Oh, green grew the green, the old man in the English is on the fog. The world sees the man, the little horse, the ghost was ആ തങ്ങളൊന്ന് പോയോട്ടെ, കഴിഞ്ഞോളൂ നോക്കട്ടെ. തങ്ങൾ വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട്, തങ്ങൾ വരുന്നുണ്ട്, തങ്ങൾ വരുന്നുണ്ട്. എന്താടോ എന്താ തസ്ബിഹാരടുത്തന്നെ ഞങ്ങൾ സ്ഥലത്ത് ചെല്ലാനും വേണ്ടി ദിക്റെന്തായി? 130 ആയി. ബാക്കി എപ്പോഴല്ല? രാത്രി കിടക്കുമ്പോ അത് എല്ലാ പറയാം. മാറാടു എന്തേ ഇപ്പൊ ആരാ? ഇരുന്നോളൂ. എന്താ പ്രശ്നം? ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. നിങ്ങളൊന്ന് കാണാൻ വെച്ച് പോകുന്നു. എന്താ നമ്മളെ തൊടൂലേ നമ്മളെ അമ്മൂമ്മക്കുള്ള ഒന്ന് പറഞ്ഞാണ് ഈ ഭാഗത്ത് ആരോ നിധി കുഴിച്ചിട്ടാണ്. പക്ഷെ അന്ന് അങ്ങനെ വലിയ കാര്യാക്കില്ല. ഇപ്പൊ ഇന്ന് ഞാന് അത് ആലോചിച്ചോണ്ടെന്ന് അവിടെ ഒന്ന് ഇങ്ങനെ തപ്പി നോക്കി. അപ്പൊ എനിക്ക് തോന്നി അത് അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. ആരെങ്കിലും ഒരാളെ കൊടുന്നാണ്ട് എവിടെ അത് ഉള്ളത്, അത് എടുക്കാൻ പറ്റിയ സാധനമാണെന്നൊക്കെ നോക്കണ്ടേ. അപ്പോഴാണ് നിങ്ങളെ കുറിച്ച് ആലോചിച്ച്. അപ്പൊ അതിന് എവിടുന്ന് അത് എങ്ങനെയാണ് എടുക്കേണ്ടത്, എടുക്കാൻ പറ്റുന്ന സാധനമാണെന്ന് അന്വേഷിച്ച് വന്നു. മനസ്സിലായി. നിങ്ങൾ നല്ല കറക്റ്റ് സ്ഥലത്ത് തന്നെ നിങ്ങൾ വന്ന് പെട്ട്. നമ്മളാണ് ഇതിന്റെ ഒക്കെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ. ഇപ്പൊ റാഫിയെ എന്നിപ്പോ പിന്നെ ആ മറ്റേ ടീം വന്നിഞ്ഞ് നമ്മൾ നിധി എടുത്തു കൊടുത്ത കഴിഞ്ഞ ബുധനാഴ്ച ചൊവ്വാഴ്ച നമ്മൾ നിധി എടുത്തില്ലേ? കേട്ടില്ലേ? അപ്പൊ നിങ്ങളെ ഏരിയ ഇപ്പൊ ഏതാന്ന് പറഞ്ഞ്? നമ്മള് വടക്കേല്. ഞാൻ നോക്കട്ടെ കേട്ടോ. പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. അവിടെ 1, 2 നിധിയല്ല കാണുന്ന കേട്ടോ. അന്ന് അമ്മമ്മ പറഞ്ഞാണ്. അമ്മൂമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കാണുന്നുണ്ട് അവിടെ 1, 2 നിധിയൊന്നും അല്ല ഉള്ളത്. ഒരുപാട് നിധി ഉണ്ട് അവിടെ. അല്ല തങ്ങളെ, ഇതിപ്പോ നമ്മളെ വീടിന് ഈ നിധി ഉള്ളതുകൊണ്ട് നിധി ഉണ്ടായാലും നല്ലതാന്ന് പറയാം. പക്ഷെ വല്ല ദോഷമുണ്ടോ? ഒരു ദോഷവും ഇല്ല. ഈ നിധി എടുത്ത നിങ്ങള് ലക്ഷപ്രഭു കോടിയാവും. നിങ്ങൾ ആരാവും പിന്നെ? നിങ്ങക്ക് കഴിച്ചിലാണ്. അല്ല തങ്ങളെ, എന്നാ നിങ്ങൾക്ക് ഇപ്പൊ അവിടെ വരാൻ കൂടുക? ഞാൻ ഏതായാലും അടുത്ത വ്യാഴാഴ്ച വരാം. അതിൻ്റെ ഇടയിൽ 1, 2 കുറ്റിയടിയും അതേമാതിരി 1, 2 സ്ഥാനം നോക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും അടുത്ത വ്യാഴാഴ്ച വരാം കേട്ടോ. അത് ഇനിയിപ്പോ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ കേട്ടോ. ആരോടും ഇത് പുറത്ത് പറയരുത്. അത് ഭയങ്കര ദോഷം ചെയ്യും കേട്ടോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആയിക്കോട്ടെ റെഡിയാക്കാം. ആയിക്കോട്ടെ വരും. അല്ല നിങ്ങളെ ഈ നിധിയൊക്കെ പറഞ്ഞ സത്യം തന്നെയാണോ? എനിക്കും അതിന് വിശ്വാസം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. പണ്ട് കാലത്ത് ഈ വയസ്സായ ആൾക്കാരൊക്കെ ഇതാർക്കും കിട്ടരുത് എന്ന് പറഞ്ഞ് കുഴിച്ചിരുന്ന ഒരു കഥ എൻ്റെ വല്യാപ്പ എനിക്ക് പറഞ്ഞു.
അപ്പം എനിക്ക് സംശയമുണ്ട് അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അപ്പം ഈ വന്ന ഓൻ്റെ മുറ്റത്ത് അത് ഉണ്ടാവാനാ സാധ്യത. ഒരു മല മാറിയുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇവിടെ വന്നാൽ നമ്മൾ എന്നിട്ട് ഈ വടി ഇതും കൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? കഴിച്ചില്ലാണ്ടേ അനക്കും വേണ്ട ഒന്ന് കഴിച്ചില്ലാകുക. അതാണ് ഞാൻ എന്നോട് പറഞ്ഞത്. ഇന്ന് രാത്രി നമ്മൾ പോകും. ടോർച്ചും പിക്കാസും കൈക്കോട്ടൊക്കെ റെഡിയാക്കിക്കോ. എൻ്റെ മാങ്ങാളം നിർത്തിക്കാളാം, മനസ്സിലായില്ലേ? നമ്മൾ ഇന്ന് രാത്രി പോയിട്ട് ആ സ്ഥലത്തൊന്ന് കുത്തി നോക്കണം. കക്കൂസിൻ്റെ ബാക്കിലാ പറഞ്ഞത്. ഒന്ന് കുത്തി നോക്കാം. കിട്ടുകയാണെങ്കിൽ കിട്ടും, കഴിച്ചിലാവണേ കഴിച്ചിലാവുമല്ലോ. അപ്പം ഇജ്ജ് റെഡി ആയിക്കോമേ. അല്ലടോ, എന്തിനത്? ഞാൻ സലാത്ത് ചൊല്ലി ഇങ്ങനാക്കിയില്ല. എന്തോ മക്കളോടെ സലാത്ത് ചൊല്ലി ഇതിപ്പോ നോക്ക്. എന്നിട്ടടിച്ചോളൂ. ഇതാണ് അവൻ പറഞ്ഞ സ്ഥലം. ഇതാണ് അവനെ നല്ല ഉറക്കാട്ടോ ചങ്ങായി. പേര ചെറുതാണെങ്കിലും നിധി ഇവിടെ ഉണ്ടാവും. കൊത്തൂടോ? എങ്ങട്ടാ തങ്ങൾ ഒന്ന് ഇങ്ങോട്ട് അടിച്ച് തെങ്ങുമ്പോ തേങ്ങണ്ട എത്ര നോക്കിയാ കൊത്തൂടോ? ഹലോ, മതി കൊത്തിയത്. ഇനി ഒന്ന് കഴിച്ചിട്ട് നോക്കിയാ. തങ്ങളെ ഇതെന്തോ ഒരു തടിയുണ്ട്. തടിയുണ്ടോ? വലിച്ചെടുക്കത്. എന്താടൂ തങ്ങളെ നിങ്ങള് കക്കൂസും കുജിലെ കുത്താൻ പറഞ്ഞേ. കക്കൂസും കുജിലോ? ഇതൊരു കാര്യം ചെയ്യേ, വല്ല കജ്ജാ പൈപ്പിൻ്റെ തൊട്ടിന്ന് കഴിക്കാണ്ട് വല്ലാണ്ട് പോര്. 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതിട്ടഞ്ഞ്. പറഞ്ഞ ശരിയാണ്, മഞ്ഞ രോഗം കിട്ടിക്കണേ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പെരേക്ക് കജ്ജൊക്കെ ഒന്ന് ഡെറ്റോളിട്ട് കഴിക്കണം.